നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിന്റെ കൂടെ ജീവിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ അതിനുവേണ്ടി എന്റെ അച്ഛനമ്മയും പിണക്കാൻ എനിക്ക് പറ്റില്ല. എല്ലാവരും സമ്മതിച്ചാൽ മാത്രമേ നമ്മുടെ വിവാഹം നടക്കൂ. അതുവരെ നീ കാത്തിരിക്കണം. ശ്രേയ, താൻ പറയുന്ന അത്ര ഈസിയായ കാര്യമൊന്നുമല്ല. എല്ലാവരുടെയും സമ്മതത്തോടെ നമ്മുടെ വിവാഹം നടക്കില്ല. നടക്കും. ഒരാൾ വിചാരിച്ച നടക്കും. ആര് വിചാരിച്ച? ആരായാള്? അപ്പച്ചി. അപ്പച്ചി വിചാരിച്ച മാത്രമേ ഈ കാര്യം നടക്കൂ. അതിന്റെ മനസ്സിലുണ്ട്. പക്ഷേ വല്യമ്മയുടെ ഉടനെ ഒന്നും പറയാൻ പറ്റില്ല. കുറച്ച് സാവകാശം വേണം. എന്നാലും തന്റെ അച്ഛനും അമ്മയും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നോക്കാം. അതെ, ഞാൻ പോവാ. അഞ്ചിന് ചുറ്റമ്പലം തൊഴുത് ഇപ്പൊ വരും. അവൾ നമ്മളെ രണ്ടുപേരും ഒരുമിച്ച് കണ്ട ആകെ കുഴപ്പാവും. വേഗം പോ. ഞാൻ സംസാരിച്ച് തീർന്നില്ല. നീ നിൽക്ക. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാൻ പോവാ. ശ്രേയ, ഞാൻ പറഞ്ഞു നിൽക്ക്. ശ്രേയ, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ചേച്ചി, എന്താ ഇത്? എന്നോട് ക്ഷമിക്കണം ചേച്ചി. ചേച്ചിയുടെ അനുവാദം കൂടാതെ ഈ മുറിക്കകത്ത് കയറി ഞാൻ അവിവേകം കാണിച്ചു. ചേച്ചി അറിയാതെ ഞാൻ ഈ ചെക്കെടുത്തു. എന്താ ചേച്ചിയൊന്നും പറയാത്തെ? ഇങ്ങനെ മിണ്ടായിരിക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ല. ചേച്ചി എൻ്റെ അഭിമാനം രക്ഷിച്ചു. ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ വലിയൊരു കള്ളനായി മാറിയനെ. ഈ ചെക്ക് ചേച്ചി തിരിച്ചു വാങ്ങണം. നീ എന്റെ ആരാ? എന്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. കൂടെപ്പിറപ്പെന്ന് പറഞ്ഞാൽ ഒരു വയറ്റിൽ നിന്ന് കൂടെ ജനിക്കുന്നവർ എന്ന് മാത്രമല്ല അർത്ഥം. മരണം വരെ കൂടെ ഉണ്ടാകുന്നവർ എന്നുകൂടിയാ. ഒരു സ്ത്രീക്ക് കാമുകനെയും സുഹൃത്തുക്കളെയും ഭർത്താവിനെയും ഒക്കെ എവിടുന്ന് വേണമെങ്കിലും കിട്ടും. എന്നാ കൂടെ പിറന്ന സഹോദരനെ മറ്റൊരിടത്തു നിന്നും കിട്ടില്ല. അതിന് കൂടെ തന്നെ ജനിക്കണം. സഹോദര ബന്ധം മരണം കൊണ്ട് പോലും മുറിക്കാൻ പറ്റുന്നതല്ല. അതറിയോ നിനക്ക്? ചേച്ചി, എനിക്കുള്ളതെല്ലാം നീ എടുത്തോണ്ട് പോയാലും ഞാൻ അത് സന്തോഷത്തോടെ നിനക്ക് തരും. കാരണം ഈ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടാലും ഇന്നുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഇല്ലാതായാലും എന്റെ കൂടെ എന്റെ സഹോദരൻ എന്നും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നിനക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? ഞാൻ തരില്ലേ? അല്ലെങ്കിൽ ഒരു ചെക്ക് ലീഫ് എടുത്ത് അതിൽ നിനക്ക് ഇഷ്ടമുള്ള തുക എഴുതിയിട്ട് എന്നോടൊരു ഒപ്പിടാൻ പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ ഒപ്പിട്ട് തരില്ലേ? ഇന്ന് വരെ നീ പറഞ്ഞ എന്തിനെങ്കിലും ഞാൻ എതിര് പറഞ്ഞിട്ടുണ്ടോ? നീ എന്ത് തീരുമാനിച്ചാലും എനിക്കത് എപ്പോഴും സമ്മതമായിരുന്നു. പറ്റിപ്പോയി ചേച്ചി, പറ്റിപ്പോയി.
ഈ ചെക്ക് ഞാൻ ഒപ്പിട്ട് വെച്ചതും നിന്റെ കയ്യിൽ തരാൻ വേണ്ടി തന്നെയായിരുന്നു. നീ മറന്നുപോയോ? വിശ്വേട്ടന്റെ ആണ്ടുബലി ദിവസമാണ് വരാൻ പോകുന്നത്. അന്ന് അനാഥാലയത്തിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? അവിടെ കൊടുക്കാനുള്ള ചെക്കാ ഞാൻ ഒപ്പിട്ട് വെച്ചത്. തുക എത്രയാണെന്ന് നീ എഴുതിയാൽ മതി. അത് നിന്നെ ഏൽപ്പിക്കാൻ ഞാൻ മറന്നുപോയി. ചെക്ക് അലമറയിൽ കാണാതായപ്പോ നീ അത് അനാഥാലയത്തിൽ കൊടുത്തിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയത്. അവിടെ കൊടുക്കാനാ നീ അത് എടുത്തതെന്നും എനിക്കറിയാം. ശരിയല്ലേ? ചേച്ചി അത് പിന്നെ സത്യം പറഞ്ഞ ഞാൻ ചേച്ചിയോട് പറയാം. എന്നോട് പറയുന്ന എന്തിനാ? എല്ലാ വർഷവും നമ്മൾ ഇങ്ങനൊക്കെ തന്നെയല്ലേ ചെയ്യാറ്? അതുപോലെ തന്നെയല്ലേ ഇതും? നാളെ തന്നെ ഈ ചെക്ക് അനാഥാലയത്തിൽ കൊണ്ടു കൊടുക്കണം. കൊടുക്കാം ചേച്ചി, നാളെ തന്നെ കൊടുക്കാം. ആ പിന്നെ ഒരു കാര്യം കൂടി, ഈ ചെക്കിനെ കുറിച്ച് ഇനി ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട. മനസ്സിലായോ? ഇപ്പോഴാ എന്റെ മനസ്സൊന്ന് തണുത്തത്. ഇതുവരെ ജയിലിൽ കിടക്കുന്നൊരു കുറ്റവാളിയെ പോലെയായിരുന്നു ഞാൻ. എല്ലാവർക്കും മുമ്പിൽ അപമാനിക്കപ്പെട്ടപ്പോ മരിച്ച മതിയെന്ന് തോന്നി. ഇനി അതൊന്നും ഓർക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ? സമാധാനമായിട്ട് ചെല്ല. പാവം, മണ്ടത്തരം കാണിച്ചിട്ട് മാപ്പ് ചോദിക്കാൻ വന്നിരിക്കുന്നു. ഈ ചേച്ചിയെ അവൻ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ അവന്റെ കൈ പിടിച്ചത് എവിടെ നിന്നാണെന്ന് അവന് ഓർമ്മയുണ്ടാവില്ല. പക്ഷേ എനിക്കത് മറക്കാൻ പറ്റില്ല. എന്നും എന്റെ നെഞ്ചിലെരിയുന്ന തീയാണത്. ഈ ചെക്കല്ല, ഇവിടെ നിന്ന് അവൻ എന്തെടുത്താലും ഞാൻ അവനെ കൈവിടില്ല. അവൻ എന്ത് ചെയ്താലും ഞാനത് ക്ഷമിക്കും. അത് ഞാൻ കൊടുത്ത വാക്കാ.